ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം അനുപമേനെയാണ്. അനുപമ മനസ്സിൽ വിചാരിക്കുകയാണ് എന്താണെങ്കിലും ശരി അർജുനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും എന്റെ നിലനിൽപ്പ് ഇവിടെ ഉറപ്പിച്ചേ പറ്റൂ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഹരി വക്കീൽ വരുന്നത് കേട്ടോ. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അത് ഒളിഞ്ഞു കേൾക്കാണ് അനുപമ അകത്ത് നിന്നിട്ട്. ഹരി വക്കീൽ ഉമ്മറത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഹലോ, ഞാനത് മുട്ടിത്തരാന്നേ. അതെ അതെ, നമ്മുടെ ജോസിനെ തന്നെ. ഓക്കെ. പിന്നെ നിങ്ങൾ സംസാരിച്ച എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അതെ, ഞാൻ പറഞ്ഞ ജോസ് തിരിച്ചൊരു മറുപടി പറയില്ല. അത്രയ്ക്ക് വിശ്വാസമാണ്. ഏയില്ല, പിടിക്കപ്പെട്ടാൽ ഒരിക്കലും നിങ്ങളുടെ പേര് പറയാൻ പോണില്ല. ആയിക്കോട്ടെ, ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. എന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ അനുപമ ഹലോ ഹരി വക്കീലേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ഇതാര്, അനുപമയോ? അല്ല, ഭയങ്കര തിരക്കിലാണല്ലോ. അല്ല, രാഘവണ്ടി സാറില്ലേ? അങ്കിള് മുകളിലുണ്ട്. അല്ല എപ്പോഴും ഈ അങ്കിളിന്റെ പുറകിൽ ഇങ്ങനെ നടന്നാ മതിയോ? അല്ല, ഞാനൊരു ഫോണിൽ ഇപ്പൊ സംസാരിക്കണ കേട്ടു. ഏതോ ഒരു ജോസ് ആയിട്ട് എന്താ ഗുണ്ടകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ? അത് കേട്ടിരുന്നു അനുപമ അല്ലെ? ഞാൻ കേട്ടിരുന്നു. അത് വേറൊന്നുമല്ല, ഈ ജോസ് എന്ന് പറഞ്ഞത് ഗുണ്ട ജോസ് ആണ്. ഇയാള് മുമ്പ് ഒരു കേസിൽ പെട്ടപ്പോഴേക്കും എന്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ആ കേസിൽ പെട്ടപ്പോഴേക്കും നമ്മുടെ രാഘവണ്ടി സാറാണ് അയാളെ പുറത്തിറക്കാൻ വേണ്ടി സഹായിച്ചത്. അന്നത്തോടെ എന്നോട് കുറച്ചൊരു സ്നേഹവും കൂടുതലാണെന്ന് കൂട്ടിക്കോ. നമ്മൾ എന്ത് പറഞ്ഞു കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു ഗുണ്ടയാണ്. ഇപ്പൊ എന്റെ സുഹൃത്തിന് ഒരു ആവശ്യം, അയാളുടെ ചേട്ടന്റെ മകള് ഒരു പ്രണയബന്ധത്തില് വേറെ ജാതിയാണ്. അപ്പൊ ആ ഒരു ബന്ധം തകർക്കാൻ വേണ്ടിട്ട് ഈ ജോസിന് ഇറക്കാവോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് ഞാൻ വിളിച്ച് സംസാരിച്ചത്. അല്ല, രാഘവണ്ടി സാറ് മുകളിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞാൽ പോയി കാണട്ടെ. കണ്ടോ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ല, ഞാനൊരു ആവശ്യം പറയുകയാണെങ്കിൽ ഈ ജോസിനൊന്ന് കളത്തിലിറക്കി തരാൻ പറ്റുമോ ഹരിവക്കീലിന്? അല്ല, അനുപമയ്ക്ക് എന്താ കേസ്? ഒരു കേസിലൊന്ന് കൂട്ടിക്കോ. എന്റെ ഒരു ആജന്മ ശത്രുവിന്റെ ഒരാളെ ഇല്ലാതാക്കണം എന്ന് പറയാണ്. അതാരെങ്കിലൊക്കെ ആവട്ടെ, ഈ ജോസ് ഇടപെട്ട അത് നടക്കോ? ജോസ് ഇടപെട്ട എന്ത് വേണമെങ്കിൽ നടക്കോ. പക്ഷെ കുറച്ച് ജോർജ് കുട്ടീനെ ഇറക്കണം എന്ന് പറയാണ്. അതൊക്കെ ഞാൻ ഇറക്കിക്കോളാന്നേ. പിന്നെ ഹരിവക്കീലിന് നല്ലൊരു എമൗണ്ട് പോക്കറ്റിൽ വെച്ച് തരാം. എങ്കിൽ ഞാൻ നോക്കാം എന്ന് ഹരി പറയാനല്ല. ആളാരാന്ന് ചോദിക്കുമ്പോ ഹരിക്കൊക്കെ പരിചയമുള്ള ഒരാളാ. എനിക്ക് പരിചയമുള്ളതാ. അതാരാ അനുപമേ? അത് വേറെ ആരുമല്ല, അർജുൻ. അർജുന്? ഏത് അർജുൻ? അർജുൻ രാഘവൻ എന്ന് പറയാണ്. നമ്മുടെ രാഘവൻ സാറിന്റെ മകൻ അർജുനോ? അനുപമക്ക് എന്താ വട്ടാണോ ചോദിക്കുമ്പോഴേക്കും പോയിക്കേ, രാഘവണ്ടി സാറേ എന്റെ ജൂനിയറാ എന്ന് പറയാം, എന്റെ ബോസ് എന്നൊക്കെ ഹരി പറഞ്ഞിട്ട് മുകളിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും അനുപം പറയണ്ട. അതെ, എപ്പോഴും ഈ ബോസിന്റെ അടിമയായിട്ട് നിന്നാ മതിയോ? ഹരിവക്കീലും ഒരു ബോസ് ഒക്കെ ആവണ്ടേ? എപ്പോഴും ഈ രാഘവണ്ടിയുടെ പുറകെ നടന്ന് ഓരോരോ കേസും കാര്യങ്ങളും പരിവട്ടങ്ങളായിട്ട് ഇങ്ങനെ പോയാൽ മതിയോ? ബോസിന്റെ സ്ഥാനത്ത് അങ്ങനെ നിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഹരിവക്കീലിനും ഇല്ലേ? ഞാൻ വിചാരിച്ച ഹരിവക്കീലിന് ആ ഒരു നിലയിൽ എത്തിക്കാൻ പറ്റും. അനുപമ എന്തൊക്കെയാ പറയണത്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് കേക്ക്. ഇവിടുത്തെ ഗോവിന്ദനുണ്ണി ഉണ്ടല്ലോ, ഗോവിന്ദന്റെ മകള് നിരഞ്ജനെ അറിയാലോ. നിരഞ്ജനെ കാർത്തികിനെ പേടിച്ച് ഇവിടെ സ്ഥലം മാറ്റിയിരിക്കുക. ഇപ്പോഴാണെങ്കിൽ നിരഞ്ജനക്ക് വിവാഹബന്ധങ്ങളുടെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഗോവിന്ദനുണ്ണി അങ്കിള്. ഒരുപാട് വിവാഹബന്ധങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടും ഒരാൾക്ക് ഇഷ്ടപ്പെടുമ്പോ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ മനസ്സ് വെച്ചാലേ ഈ നിരഞ്ജനയുടെ വിവാഹം ഹരിവക്കീലായിട്ട് നടത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഹരിവക്കീൽ എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുടുംബത്തിലെ ഒരാളാ ഹരിവക്കീല്. അതായത് മരുമകൻ. പിന്നെ സാമ്പത്തിക സ്ഥിതി കൊണ്ടോ പണം കൊണ്ടോ ഒരു കുറവില്ല. ഇപ്പൊ എന്നെ കണ്ടില്ലേ, അതുപോലെ ഹരിവക്കീലിനും ആവാം ഈ മാരേജിലൂടെ. പക്ഷെ ഞാൻ വിചാരിച്ച് നടക്കും. നിരഞ്ജനയുടെ ഹരിവക്കീലിന്റെ വിവാഹം ഞാൻ നടത്തി തരും. പിന്നെ ഈ കുടുംബത്തിലൊരു അംഗമാ ഹരിവക്കീല് എന്ന് പറയണം. അപ്പോഴേക്കും ഹരിയുടെ മുഖമൊക്കെ ഒന്ന് ചിരിക്കുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നടക്കോ? പിന്നെ നടക്കാതെ ഈ അനുപമയിലെ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, ഈ ജോസിനെ ഒന്ന് മുട്ടിച്ചേരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് ഹരിയും പറയാണ്. അത് കേൾക്കുമ്പോ അനുപമക്ക് സന്തോഷമാവുന്നു കേട്ടോ. പിന്നീട് കാണിക്കാൻ നമ്മുടെ അർജുനെയും അതുപോലെ തന്നെ അഞ്ജലിനെയാണ്. രണ്ടുപേരും കൂടെ അമ്പായുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അമ്പായുടെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതായാലും രാജീവ് മോനും അഞ്ജലി വക്കീലോ, വാ കേറി വാ എന്ന് പറയണ. അല്ല, അമ്പാടി ഇല്ലേ അമ്മേ? ഒന്നും പറയണ്ടതേ, മുറ്റത്തിരുന്ന് എണ്ണ തേച്ചുകൊണ്ടിരുന്ന ആളാ പെട്ടെന്ന് കാണാതായി. ഒരു കോള് വന്നപ്പോഴേക്കും എന്തോ ഒരു കൂട്ടുകാരനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ഇറക്കുവാണ്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഞാനും ജലജ അവൻ അന്വേഷിച്ച് ഈ പറമ്പ് മൊത്തം നടക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അർജുൻ പറഞ്ഞിട്ട് ഞാനും അവനെ വിളിച്ചു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ മോനെ പറഞ്ഞത്. അവൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്ന് അപ്രത്യക്ഷമാവായിരുന്നു. അയ്യോ, ഇപ്പോഴാ ശ്രദ്ധിച്ചത്. മോളുടെ വസ്ത്രങ്ങൾ എന്താ മുഷിഞ്ഞിരിക്കുന്നത്? മഴ നനഞ്ഞായിരുന്നോ? ഞാനും അഞ്ജലിയും കൂടി വരുന്ന വഴിക്കൊക്കെ ചെറിയൊരു മഴ നനഞ്ഞു. ഇത് ചെറിയ മഴ നനഞ്ഞ പോലെയല്ലോ, വലിയ മഴ നനഞ്ഞല്ലോ. അതേമേ, കുറച്ചധികം വലിയ മഴയായിരുന്നു. അമ്മ ഒരു കാര്യം ചെയ്യാവോ? അഞ്ജലി അകത്ത് കയറുന്നു, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. അതിനെന്താ മോനെ? മോള് വാ.
അപ്പോഴേക്കും ജലജ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതെ, അമ്മ ആരെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നത് അമ്മക്ക് അറിയാവോ? അങ്ങനെ കണ്ണി കണ്ടത് വീട്ടിനകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് ജലജ പറയുന്നുണ്ട്. നിധി ജലജ, നീ എന്തൊക്കെയാടി പറയണത്? അമ്മേ, നമ്മുടെ അമ്പാടി ഈ അവസ്ഥ കാരണം ഏറെക്കുറെക്ക് ഈ അഞ്ജലി വക്കീലുമാണ് നമ്മുടെ അമ്പാടിന്റെ ജീവനോട് കിട്ടിയത് നമ്മുടെ ഭാഗ്യം. നീ കേസ് ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങളുടെ അമ്പാടിന് എന്തിനാടി കൊലക്ക് കൊടുക്കണത് എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലിക്ക് ആകെ വിഷമോട്ടോ. അതിനുശേഷം ജലജ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അർജുനോട് അഞ്ജലി വേണ്ട, നമുക്ക് പോവാം എന്ന് പറയാണ്. അയ്യോ ചേച്ചി വേണ്ടതൊന്നും കാര്യത്തിൽ എടുക്കണ്ട, അല്ല നമുക്ക് രാജുവിന്റെ വീട്ടിലേക്ക് പോവാം. എടോ എന്റെ വീട്ടിലേക്ക് പോവാം, താനിവിടെ നിൽക്ക്. ചേച്ചി പറഞ്ഞൊന്നും കാര്യത്തിൽ എടുക്കണ്ട, ഇവിടെ പത്മയുടെ എന്തെങ്കിലും ചുരിദാറോ കാര്യങ്ങളോ കാണും, താൻ ഇട്ടിട്ട് നിൽക്ക്, ഞാൻ താനൊന്നും കാര്യത്തിൽ എടുക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയണ്ട, അതേന്നേ അവള് പറഞ്ഞതൊന്നും കാര്യത്തിൽ എടുക്കണ്ട, മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ, മോള് വാ എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവാട്ടോ. അങ്ങനെ അർജുന അമ്പാടിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പാടി പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഇവനിവിടെ എത്തിയോ, ഇനിയിപ്പോ എന്ത് പറയുമെന്നൊക്കെ ആലോചിച്ച് അമ്പാടി അകത്തേക്ക് വരുമ്പോ, എടാ അമ്പാടി നീ ഇത്ര നേരം എവിടെയായിരുന്നടാ? അത് ഞാൻ ഇവിടെ അടുത്തൊരു പോയതാടാ, തേങ്ങാപട്ടണത്ത്. തേങ്ങാപട്ടണത്തോ? അല്ല കൊപ്ര പട്ടണത്തില്. എടാ നീ എവിടെയാടാ പോയത്? എടാ അതെന്തെങ്കിലും ആവട്ടെ, അല്ല നീ എന്താ അത്യാവശ്യം വിളിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞത്? എടാ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അഞ്ജലിനെ ഇറക്കിക്കൊണ്ടുവന്നു. ഇറക്കിക്കൊണ്ടുവന്നോ? എങ്ങോട്ടേക്ക്? എന്തിന്? എടാ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. നിന്നോട് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാ, നീ എന്നോട് ക്ഷമിക്കേ. പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. എന്റെ അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞോ? നീ എന്താണ് എന്റെ അടുത്ത് പറയാതിരുന്നത്? എങ്ങനെ കഴിഞ്ഞു? എപ്പോ കഴിഞ്ഞു? നീ ഒന്ന് വിശദമായിട്ട് പറയടാ എന്ന് പറയുമ്പോഴേക്കും അർജുൻ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും അമ്പാടി പറഞ്ഞ, ഹോ ആകെ കുഴഞ്ഞല്ലോടാ, നീ ആ രാഘവന്റെ മകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ അഞ്ജലി, എടാ പതുക്കെ പറയടാ, അഞ്ജലിക്ക് അകത്തുണ്ട്, കേൾക്കും അവള്. ഞാനേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, നിന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. എടാ അഞ്ജലിയുടെ നൃത്തത്തിന് നിനക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എത്ര നാളാണ് അവൾക്ക് മറച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അർജുന്റെ ഫോണിലേക്ക് ഒരു കോള് വരും കേട്ടോ. അനുപമ എടുത്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അർജുൻ മാറി നിന്ന് സംസാരിക്കുകയാണ്. ഹലോ എടുത്തി. അർജുനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യയായിട്ട് ഇപ്പൊ എവിടേക്കാണ് പോകുന്നത്? എന്തായാലും അർജുനെ ഒളിപ്പിച്ച കാര്യമുണ്ടല്ലോ, മനം പോലെ മംഗലത്തിൽ വിവാഹം നടന്ന കാര്യം, അതൊക്കെ ഇപ്പൊ ഏറെക്കുറെ ആൾക്കാരൊക്കെ അറിഞ്ഞു കേട്ടോ. അച്ഛൻ അറിഞ്ഞോ? പിന്നെ അറിയാതെ, പിന്നെ ഭയങ്കര ഷോ ആയിരുന്നു ഇവിടെ. അച്ഛൻ ഒരിക്കലും മോൻ അകത്തേക്ക് കയറ്റില്ലെന്നും മോൻ ഭാര്യനെ വിളിച്ചിട്ട് എവിടേക്കാന്ന് പോയി ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്റ്റൈലിൽ വർത്താനം. എന്തായാലും അർജുൻ ഇതിന്റെ അകത്ത് കയറ്റില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അതുകൊണ്ട് അർജുന്റെ പെണ്ണുമ്പുളനും കൂട്ടിക്കൊണ്ട് എവിടേക്കാന്നാ പോയിക്കോ എന്ന് പറയണം. അയ്യോ എടുത്തി അങ്ങനെ പറയല്ലേ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം, അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കണം. അതിന് അച്ഛൻ നിന്ന് തന്നിട്ട് വേണ്ടേ? എടുത്തി എന്നൊന്ന് സഹായിക്കണം. എടാ നിന്റെ ഈ അവസ്ഥയ്ക്ക് ഏറെക്കുറെ കാരണം ഞാനാണ്. അതൊക്കെ എനിക്കറിയാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ എടുത്തി, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. എങ്കിൽ ശരി, എന്നാ വീട്ടിലേക്ക് വരട്ടെ. അയ്യോ ഇവിടെ വരണ്ട, ഇവിടെ ഒന്നും ആകെ സീനാവും. ഞാനേ അങ്കളെ വിളിച്ചോണ്ടൊരു സ്ഥലത്തേക്ക് വരാം, നീ അവിടേക്ക് വരാൻ പറ്റുമോ? ശരി എടുത്തി, ഞാൻ വരാം. എവിടെയാ സ്ഥലം? അതിനെ മെസ്സേജ് അയക്കാം എന്ന് പറയണം. അതിനുശേഷം പെട്ടെന്ന് തന്നെ മെസ്സേജ് വരുന്നുണ്ട്. അനുപമ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി അർജുനോട് പറയണം. അതിന്റെ മെസ്സേജ് അർജുന്റെ ഫോണിലേക്ക് വരുമ്പോഴേക്കും അമ്പാടുത്ത് പറയണ്ടടാ, ഞാൻ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാണ്, അഞ്ജലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അർജുന അവിടെ നിന്ന് പോവാട്ടോ. പക്ഷെ ഇവനിത് എവിടേക്കാ പോകുന്നത് എന്ന് ആലോചിക്കുകയാണ് അമ്പാടി കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്യാമളനെയാണ് കേട്ടോ. ശ്യാമളയാണെന്നുണ്ടെങ്കിൽ ഇന്ദിര അടുത്ത് പറയണ്ടേ, എടി ഇന്ദിരെ നിന്റെ ചേട്ടൻ ഇതുവരെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലടി. അതെ അഞ്ജലി പോയതിന്റെ വിഷമത്തിലായിരിക്കും എന്റെ ശ്യാമളെ. കരയും വേണം എന്ന ചിരിക്കും വേണം പറഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് നടക്കാനൊന്നും പോണില്ല. ഏട്ടനെ വിശക്കുമ്പോഴേ ഏട്ടൻ കഴിച്ചോളും. ഇത് അങ്ങനല്ലടി, എന്തോ കരുതി കൂട്ടി കഴിക്കാത്ത പോലെ എനിക്ക് തോന്നുന്നത്. നിന്റെ ഏട്ടനെ മരുന്നൊക്കെ കഴിക്കാനുള്ളതെന്ന് എനിക്ക് അറിയാലോ. എടി ഏട്ടനോടൊന്ന് വരാൻ പറയണേ. ഞാനൊന്നും പറയില്ല, എന്നോടും ഏട്ടനെ വാരിക്കണത് ഞാൻ കേൾക്കാനായിട്ടാ. അപ്പോഴേക്കും ആര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ ആര്യ, നീ ഒന്ന് പോയിട്ട് നിന്റെ അമ്മാവനൊന്ന് വിളിക്കാവോ ഭക്ഷണം കഴിക്കാൻ? എനിക്കൊന്നും പറ്റില്ല. എടി അമ്മാവന് മരുന്ന് കഴിക്കണ്ടടി, മരുന്ന് കഴിച്ചില്ലെങ്കിൽ അമ്മാവന് അപകടം അപകടം സംഭവിക്കട്ടെ എന്ന് ആര്യ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.